ബിഗ് ബോസ് മലയാളം സീസൺ 6 നാലാമത്തെ ആഴ്ചയിലെ വൺ ആൻഡ് ഓൺലി എവിക്ഷൻ. പ്രേക്ഷക പിന്തുണ കുറവായതിന്റെ പേരിൽ ഹൗസിന് പുറത്തേക്ക് നടന്ന യമുന റാണി. യമുനയുടെ ഒരു ഗെയിം പരിശോധിച്ചാൽ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ ഷോ കണ്ടു നിന്നു അതിനകത്തു നിന്ന് തന്നെ. തേർഡ് വീക്കിലെ ഇച്ചിരി ആക്റ്റീവായി വന്നു, പക്ഷെ ഇമേജ് കോൺഷ്യസ്നെസ് അടിച്ച് വീണ്ടും പഴയ സ്പെക്ടേറ്റർ ട്രാക്കിലേക്ക് കയറി. നമ്മൾ ഇതിലില്ല, കളി കണ്ടാൽ മതി എന്ന് സ്വയം പറഞ്ഞ് പഠിപ്പിച്ചു. ഇത് കഴിഞ്ഞ് ഫോർത്ത് വീക്കിലേക്ക് കയറിയപ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വരുത്തി ഗെയിമിലൊക്കെ. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ശരിക്കും ട്രാക്കിലേക്ക് കയറിയിരുന്നു. എതിരാളികളെ ലോക്ക് ചെയ്ത് കൃത്യമായി ടാർഗറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഡോസിൽ യമുന കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ട്. കുറെയൊക്കെ അവരെ എക്സ്പോസ് ചെയ്യാനും പുള്ളിക്കാരിക്ക് സാധിച്ചു. പക്ഷെ എന്ത് ചെയ്യാൻ, ഒത്തിരി വൈകി പോയി. അപ്പോഴത്തേക്കും ഈ ഗെയിം കുറെ ദിവസങ്ങൾക്ക് മുമ്പ് കളിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ചേച്ചി സേഫ് ആയനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. എന്തുകൊണ്ടും നോറേക്കാൾ അവിടെ നിൽക്കാൻ ഡിസേർവിംഗ് ആയിരുന്നു. ഈ ഒരു 2 ദിവസത്തെ ഗെയിം വെച്ച് നോക്കിയാൽ ഡിസേർവിംഗ് ആയിരുന്നു എന്ന് തന്നെ ഞാൻ പറയും. പക്ഷെ പ്രേക്ഷക വിധി അതിന് പ്രതികൂലമായി പോയി. ഇതാണ് യമുനയുടെ ഗെയിമിന്റെ ഒരു അഭിപ്രായമായിട്ട് എനിക്ക് പറയാനുള്ളത്. തംബ്നെയിലിൽ എഴുതി വെച്ചത് നമ്മൾ വായിച്ചു കാണും. ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോഴേക്കും പുറത്തേക്കുള്ള വാതിൽ തുറന്നു. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ചുരുക്കി. പിന്നെ യമുന ആസ് എ ഹ്യൂമൻ ബീങ് വളരെ നന്നായി അവിടെ പെരുമാറിയെന്നതിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവില്ല. നമ്മൾ ഒരിക്കലും ആസ് എ പേഴ്സൺ പുള്ളിക്കാരുടെ ക്യാരക്ടറിനെ ജഡ്ജ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. ഗെയിമിൽ ഇനാക്റ്റീവ് ആയി നിന്നപ്പോൾ ഇനാക്റ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. അപ്പൊ ഇത്രയുമായിരുന്നു യമുന റാണിയുടെ പുറത്താക്കലിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. ഈ ആഴ്ച പുറത്തേക്ക് പോകാൻ ഒരു 85% ഡിസേർവിംഗ് ആയ ഒരാളാണ് പുറത്തേക്ക് പോയത്. ബാക്കി 15%-ലാണ് യമുന ബാക്കി വെച്ച ആ ഒരു ഗെയിം നിൽക്കുന്നത്. ആ ഒരു ഗെയിമിന്റെ ബാക്കി കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാരമില്ല, ലേറ്റ് ആയിട്ട് കളത്തിലേക്ക് ഇറങ്ങിയാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അതിനകത്തേക്ക് കയറുന്ന ആ മൊമെന്റ് മുതലേ ഗെയിമാണ്, പറയുന്ന ഓരോ വാക്കും നോക്കും എല്ലാം. അത് യമുന മനസ്സിലാക്കാനും വൈകിപ്പോയി. അതാണ് ബിഗ് ബോസ്. എന്തായാലും യമുന ചേച്ചിക്ക് നല്ലൊരു ഫ്യൂച്ചർ നമ്മുടെ ഭാഗത്തു നിന്നും നേരുന്നു. ഒരുപാട് അവസരങ്ങൾ ലഭിക്കട്ടെ, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.